JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപൂർവമായി ചില സമയങ്ങളിൽ ഗ്രഹങ്ങൾ ഒത്തുകൂടുമ്പോൾ ചില യോഗങ്ങൾ സംഭവിക്കാറുണ്ട്. സാമ്രാജ്യയോഗം, മഹാലക്ഷ്മി യോഗം, ധനയോഗം, രാജയോഗം, കേസരി യോഗം എന്നൊക്കെ പറയുന്നത് പോലെ ഈ മിഥുനമാസം ആരംഭിക്കുമ്പോൾ മിഥുനമാസത്തിലെ ആദ്യത്തെ 15 ദിവസം, അതായത് ഈ ജൂൺ 15-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നിലനിൽക്കുന്ന ഒരു ഭാഗ്യയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ചില രാശിക്കാർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് മിഥുനൻ രാശിയെക്കുറിച്ചാണ്. മിഥുനൻ രാശിയുടെ സമയം പൊതുവെ മെയ് മാസം മുതൽ അത്ര മെച്ചമല്ല എന്നുള്ളത് പൊതുവെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. കാരണം 11-ൽ നിന്നിരുന്ന വ്യാഴം 12-ലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ സമയത്തേക്ക് വരുന്ന ഭാഗ്യയോഗം എന്താണ്, അതിൻ്റെ ലക്ഷണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 9-ാം ഭാവാധിപനാണ് ശനി. ആ 9-ാം ഭാവാധിപനായ ശനി മൂലക്ഷേത്രമായ കുംഭത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തേത്, ലഗ്നാധിപനും 10-ാം ഭാവാധിപനും ഒരു ഗ്രഹമായ ബുധൻ അത് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു, അതായത് മിഥുനൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. മിഥുനൻ രാശി അതിൻ്റെ സ്വക്ഷേത്രവുമാണ് എന്നുള്ളതാണ്. 10-ാം ഭാവം അതിൻ്റെ ഉച്ചക്ഷേത്രവും. അപ്പോൾ 10-ാം ഭാവത്തിൻ്റെയും ലഗ്നത്തിൻ്റെയും അധിപനായ ബുധൻ ലഗ്നത്തിൽ നിൽക്കുകയും 9-ാം ഭാവാധിപൻ 9-ൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗ്യയോഗത്തിൻ്റെ ലക്ഷണം. പിന്നെ കുറച്ച് അനുകൂലമായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മിഥുനൻ രാശിക്ക് ഇപ്പോൾ 11-ലെ ചൊവ്വ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 11-ാം ഭാവത്തിൽ വരുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂലമാണ്. അപ്പോൾ 11, 3, 6, 11 ഭാവത്തിൽ വരുന്ന പാപഗ്രഹങ്ങളും അനുകൂലമാണ്. 11-ാം ഭാവത്തിൽ ശുഭനായാലും പാപനായാലും അത് നല്ല ഫലം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 11-ൽ നിന്ന് ഇപ്പോൾ 12-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയ സാഹചര്യത്തിൽ മിഥുനൻ രാശിക്കാർക്ക് ഗുണകരമായി വരുന്ന ഒരു ചെറിയ കാലഘട്ടമാണ്. അതായത് മിഥുനം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ, അല്ലെങ്കിൽ ജൂൺ 15 മുതൽ ജൂൺ 29 വരെ അനുഭവപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ 5-ാം ഭാവാധിപത്യമുള്ള ശുക്രനും ലഗ്നത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം 5-ാം ഭാവം മനസ്സ്, പുണ്യം, മന്ത്രം, സന്താനം എന്നൊക്കെ പറയുന്ന ഭാവങ്ങളാണ്. അതുപോലെ തന്നെ ശുക്രന് മറ്റൊരു ഭാവമുള്ളത് മിഥുനൻ രാശിയുടെ 12-ാം ഭാവാധിപൻ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ 5-ാം ഭാവം കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യം, സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ സന്താനങ്ങളെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യുക, അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന കാര്യത്തിലൊക്കെ ഈ 5-ാം ഭാവാധിപൻ 12-ൽ നിൽക്കുമ്പോൾ അതിൻ്റെ 12-ാം ഭാവത്തിലെ ശുക്രൻ അത്ര മോശമൊന്നും അല്ലെങ്കിലും സന്താനങ്ങളെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസം, മറ്റു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദർഭമായതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഒരു ഈശ്വരവിശ്വാസവും ഈശ്വരഭജനവും ഒക്കെ നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ശുക്രൻ ദേവിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അക്കാര്യത്തിൽ വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഏത് ദേവതയാണെന്ന് ചോദിച്ചാൽ അത് മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം മഹാലക്ഷ്മി ഐശ്വര്യം നൽകുന്നതുമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഈ സമയം 12-ൽ വ്യാഴം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവുക എന്നതും ആ ദേവീക്ഷേത്രങ്ങളിൽ എവിടെയാണോ അടുത്ത് ദേവീക്ഷേത്രമുള്ളത്, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആയാലും മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും ഒരു ഐശ്വര്യപരമായ വളരെ മെച്ചമുണ്ടാകുന്ന ഒരു സമയമാണ്, ഒരു കാലമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തും. അതുപോലെ മിഥുനൻ രാശിക്കാർക്ക് 11-ൽ നിൽക്കുന്ന ചൊവ്വ. അപ്പം ഈ ചൊവ്വ മേടൻ രാശിയിലായതുകൊണ്ട് തന്നെ, മേടൻ രാശി പുരുഷരാശിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൊവ്വ സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ ആദിതിരേക്കാണ് മിഥുനം 10-ാം തീയതി വരെ. മറ്റൊരു കാര്യം ചിന്തിച്ചാൽ മിഥുനത്തിൽ
സൂര്യൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൂര്യൻ മിഥുനം രാശിയിൽ, മിഥുനമാസമാണല്ലോ, അപ്പോൾ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ ആദ്യത്തെ 10 ഡിഗ്രി വരെ അല്ലെങ്കിൽ 10-ാം തീയതി വരെ അത് സുബ്രഹ്മണ്യനെയും പിന്നീട് ഗണപതിയെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ചൊവ്വായും അതുപോലെ തന്നെ ആദിത്യനും 2 ഗ്രഹങ്ങൾ സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്നു. അതുപോലെ 10-ാം തീയതി കഴിയുമ്പോൾ സൂര്യൻ വിഘ്നേശ്വരനായ ഗണപതിയെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കാര്യങ്ങൾ നടക്കാനും സാധിക്കാനും ആ 9-ാം ഭാവം എന്നുള്ളത് ഭാഗ്യസ്ഥാനമാണ്. അപ്പം നമുക്ക് ചെറിയ കാലത്തേക്കായാലും അനുഭവത്തിലേക്ക് വരുന്ന ആ ഒരു ഭാഗ്യാവസ്ഥയെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാകുമ്പോൾ അത് അച്ഛന്, പിതാവിനെ കുറിച്ചും അതുപോലെ പുത്രന്, ഭാഗ്യം, ധർമ്മം, പ്രതാപം, സമ്പർക്കം, മഹത്വം, ഇങ്ങനെ പല കാര്യങ്ങളും 9-ാം ഭാവം കൊണ്ട് പറയും. അതുപോലെ മുജ്ജന്മ സുഹൃതം എന്നും പൂർവ്വപുണ്യ സുഹൃതം എന്നും ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഈ 9-ാം ഭാവം കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പം ചൊവ്വയുടെ 11-ലെ സ്ഥിതി എന്ന് പറയുന്നത് ഭൂമി സംബന്ധമായ, ഭൂമികാരകനാണ് ചൊവ്വ. അപ്പോൾ ഭൂമി സംബന്ധമായ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകുന്നു. അതുപോലെ തന്നെ 9-ാം ഭാവം നമ്മൾ ചിന്തിക്കുന്ന 9-ാം ഭാവമായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ പിതൃസ്വത്ത്, പൂർവിക സ്വത്ത്, ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം, ഭൂമി സംബന്ധമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഭൂമി വിറ്റ് എന്തെങ്കിലും അത്യാവശ്യ കാര്യം സാധിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ തന്നെ അനുകൂലമായ ഒരു സാഹചര്യം, വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ 5-ാം ഭാവം വിദ്യയാണ്, 4-ാം ഭാവവും വിദ്യയുണ്ട്, 2-ാം ഭാവവും വിദ്യയുണ്ട്. 9-ാം ഭാവം എന്ന് പറയുമ്പം അത് വിദ്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് താല്പര്യമുള്ളവർ, അത് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ ചെറിയ സമയം അനുകൂലമാണ് എന്നുള്ളതാണ്. തൊഴിൽപരമായി എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ അല്ലെങ്കിൽ അത്ര അഭിവൃദ്ധിയോ ഒന്നും ഉണ്ടാകാതെ ഇരിക്കുന്നവർക്കും തൊഴിൽ സാധ്യതയും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതിയും സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ആ വലിയ ഞെരുക്കത്തിന് ഒരാശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം 2-ാം ഭാവം കർക്കിടകവും ഭാവാധിപൻ ചന്ദ്രനുമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം പോലെ തന്നെ എന്ന് പറഞ്ഞാൽ കറുത്ത പക്ഷത്തിലേക്ക് പോകുന്നു, പിന്നീട് ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലേക്ക് വരുന്നു. അപ്പോൾ ഓരോ ദിവസവും 48 മിനിറ്റ് കൂടി പ്രകാശം വരുന്നു. അതുപോലെ തന്നെ വെളുത്തവാവിന് ശേഷം 48 മിനിറ്റ് കുറഞ്ഞ് ഒട്ടുമില്ലാതെ വരുന്നു. ഇങ്ങനെ ഏറിയും കുറഞ്ഞും നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് സാമ്പത്തികമായി അല്പം മെച്ചമുണ്ടാകുന്നു, അത് വീണ്ടും ചിലവാകുന്നു എന്ന് പറഞ്ഞാൽ ഏറിയും കുറഞ്ഞും സ്ഥിരതയില്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കുറച്ച് കാലം നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം. അപ്പോൾ കിട്ടുന്ന കാശ് ചിലവാകുന്നു, ചിലവ് കൂടുന്നു, വീണ്ടും എന്തെങ്കിലും. അപ്പോൾ അതാണ് ഈ സ്ഥിരതയില്ലാത്ത വരുമാനം എന്ന് പറഞ്ഞത്. ഏറിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇങ്ങനെ പൊങ്ങിയും താണും പോകുന്നത് പോലെയുള്ള ഒരു സാമ്പത്തിക അവസ്ഥ. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ മാറ്റവും ആശ്വാസവും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നതും അതൊരു ചെറിയ കാര്യമല്ലല്ലോ. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ പല ഉന്നതരായ വ്യക്തികളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനും അതുപോലെ തന്നെ അത് മൂലം, ആ വ്യക്തിബന്ധം മൂലം നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകാനുമുള്ള ഒരു സാഹചര്യവും ഉണ്ട്. പിന്നെ കലാരംഗത്തും, കാരണം ബുധനും ശുക്രനും ഒക്കെയാണ്, കലാരംഗത്ത്, സാഹിത്യരംഗത്ത്, സിനിമാ രംഗത്ത്, അതുപോലെ പത്രം, TV ചാനൽ, ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുഭവവും പുരോഗതിയും അതിൻ്റേതായ ഒരു ഭാഗ്യാനുഭവങ്ങളുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ സർക്കാർ സംബന്ധമായി പ്രവർത്തിക്കുന്നവർ, സർക്കാരുമായിട്ട് ഏതെങ്കിലും സർക്കാർ ജോലിക്കാരോ സർക്കാർ ഏജൻസികളോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് മേഖലയായാലും അവർക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടം, ഈ 15 ദിവസം അതിൻ്റേതായ ഗുണമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ ബുക്ക് സ്റ്റാള്, ഈ ഓഫ്സെറ്റ് പ്രസ്, ഇങ്ങനെയൊക്കെ പത്രം,
ഇങ്ങനെയൊക്കെ നടത്തുന്നവരും അതുപോലെ അതിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ സ്ത്രീകളെ ശുക്രനാണ് സ്ത്രീകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളുടെ വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുപോലെ കരകൗശല വിപണി, ബ്യൂട്ടി പാർലർ, ഇങ്ങനെയൊക്കെ ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരു മെച്ചം സമയമുണ്ടാകുന്നു എന്നുള്ളതാണ്. വളരെ നല്ല സമയവും അനുകൂലവുമായ ഒരു സാഹചര്യം. കാരണം വ്യാഴം നമുക്ക് അനുകൂലമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ചെറിയ പീരീഡ് നമുക്കുണ്ടാകുന്നത്. അതുപോലെ അന്യനാട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക്, അത്തരത്തിലുള്ളവർക്കൊക്കെ തന്നെ അത് ഒരു വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ ഭാഗ്യലക്ഷണങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അസ്ട്രോളജി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില സൂചനകൾ കൂടി ഞാൻ പറഞ്ഞു, ജ്യോതിഷം പഠിക്കുന്നവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. 9ാം ഭാവാധിപൻ വ്യാഴദൃഷ്ടിയോടുകൂടി ലഗ്നത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നു എന്നുള്ളതാണ് അത്തരം സാഹചര്യങ്ങൾ. അതുപോലെ 9ാം ഭാവാധിപൻ ലഗ്നത്തിലും ലഗ്നാധിപൻ 9ലും നിന്നാൽ ഭാഗ്യവാനും നീതിമാനും ധർമ്മിഷ്ഠനുമായി ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഉച്ചക്ഷേത്ര ബലവാനായി ഭാഗ്യാധിപൻ ഭാഗ്യഭാവത്തിൽ, അതായത് 9ാം ഭാവാധിപൻ, അതാണ് ഭാഗ്യാധിപൻ എന്ന് പറയുന്നത്, ശുഭയോഗ ദൃഷ്ടിയോടുകൂടി 9ൽ തന്നെ നിൽക്കുന്നു എങ്കിൽ വലിയ ഭാഗ്യവാനായി ഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ 9ാം ഭാവാധിപൻ 11ലും 11ാം ഭാവാധിപൻ 9ലും പരിവർത്തനം ചെയ്ത് നിൽക്കുക. അഥവാ 9ാം ഭാവാധിപനും 11ാം ഭാവാധിപനും 9ലോ 11ലോ രണ്ടുപേരും ഒരുമിച്ചോ ഇഷ്ടഭാവത്തിൽ നിൽക്കുമ്പോഴും ഇതെല്ലാം ഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് ഭാഗ്യയോഗങ്ങളെക്കുറിച്ച് നമ്മുടെ അസ്ട്രോളജിയിലുണ്ട്. ഇതൊക്കെ ഓരോരോ സമയങ്ങളിൽ ഗ്രഹങ്ങളോടൊത്ത് നിൽക്കുമല്ലോ, ഇതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില അനുകൂലമായ ചില കുറഞ്ഞ സമയങ്ങൾ യാദൃച്ഛികമായിട്ടൊക്കെ സംഭവിക്കും. അത്തരത്തിൽ സംഭവിക്കുന്ന ഒരു ഭാഗ്യയോഗത്തിലെ മിഥുനം രാശിക്കാരുടെ ഫലമാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി സഹായകമാകുന്ന വിധത്തിൽ ഉപകരിക്കുക. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അതിനും സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.